നാരായണ 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 രാമ 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 ശ്രീരാഘവം ദശരഥാത്മജം അപ്രമേയം സീതാപതിം രഘുകുലാന്വയരത്നദീപം ആജാനുബാഹും അരവിന്ദദളായദാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. ഭജേഹം സദാ രാമം ഇന്ദീവരാഭം ഭവാരണ്യദാവാനലാഭാഭിധാനം ഭവാനീ ഹൃദാ ഭാവിതാനന്ദരൂപം ഭവാഭാവഹേതും ഭവാദിപ്രപന്നം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാഹ പതയേ നമഃ. നാമജപത്തിനാലേ വരും മോക്ഷവും ജ്ഞാനസ്വരൂപനാകുന്ന ശിവപരൻ മാനുഷാകാരനാം രാമനാകുന്നതും താരകബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ധന്യാത്മാക്കളെ, സുഹൃതികളെ, എല്ലാവർക്കും സാദര നമസ്കാരം. രാമായണ അമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ
കർക്കിടക മാസത്തിൻ്റെ സമാരംഭം കുറിക്കുന്ന സുദിനമാണ്. അതായത് മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് എത്തിച്ചേരുന്ന സംക്രമ സുദിനത്തിൽ നമ്മൾ രാമായണത്തിൻ്റെ ആമുഖത്തിലൂടെ കടന്നുപോയി. ഇവിടെ 24,000 ശ്ലോകങ്ങൾ കൊണ്ടാണ് വാൽമീകി മഹർഷി രാമായണം രചിച്ചിട്ടുള്ളത്. ഈ 24,000ന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഗായത്രി മന്ത്രം കേട്ടിട്ടില്ലേ? ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാൽ. ഈ ഗായത്രി മന്ത്രത്തില് ഈ വ്യാഹൃതി തുടങ്ങിയിട്ടുള്ളതൊക്കെ വിട്ടുകഴിഞ്ഞാൽ, പ്രണവം ഒക്കെ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാൽ എന്നത് കൃത്യമായിട്ട് ഉച്ചരിച്ചു കഴിഞ്ഞാൽ 24 അക്ഷരങ്ങളാണ് ഉണ്ടാവുക. 24 അക്ഷരങ്ങൾ. ഈ 24 അക്ഷരങ്ങളിൽ ത തൽ സവിതുർവരേണ്യം എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ അതിലുള്ള ഓരോ അക്ഷരങ്ങളും എടുത്തുകൊണ്ട് ഓരോ നമ്മൾ താഴോട്ട് എഴുതുകയാണെന്ന് വിചാരിക്കുക ഗായത്രി മന്ത്രം. അപ്പൊ അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് ത എന്ന് തുടങ്ങി തപസ്വാധ്യായ നിരതം എന്നങ്ങനെ തുടങ്ങിയിട്ട് ഓരോ അക്ഷരത്തിനും 1000 ശ്ലോകങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അങ്ങനെ 24 അക്ഷരത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ഓരോ 1000 ശ്ലോകങ്ങളും ഉണ്ടാക്കിക്കൊണ്ടാണ് 24,000 ശ്ലോകങ്ങൾ കൊണ്ട് 500 അധ്യായങ്ങൾ കൊണ്ട് അതിശ്രേഷ്ഠമായ ഈ വാൽമീകി രാമായണം രചിച്ചത്. വാൽമീകി രാമായണത്തിലെ ശ്ലോകങ്ങള്, അധ്യായങ്ങൾ വളരെ വിപുലമാണ്. 24,000 ശ്ലോകങ്ങളാണ്. അധ്യാത്മരാമായണം വേദവ്യാസൻ എഴുതിയതാണെങ്കിൽ ഒരു 4,000-ഓളം ശ്ലോകങ്ങൾ കൊണ്ട് നമുക്ക് ഭംഗിയായിട്ട് സമർപ്പിക്കാൻ സാധിക്കും. എന്നാൽ ഇവിടെ നമുക്ക് അധ്യാത്മരാമായണം കിളിപ്പാട്ട് എടുത്തു കഴിഞ്ഞാലും കുറേശ്ശെ സമയമെടുക്കുമ്പോഴും, ഒരു നമ്മുടെ ഭവനങ്ങളിലൊക്കെ രാമായണം ഇന്നലെ മുതൽ ആരംഭിക്കുമ്പോൾ ഇന്നൊക്കെ ജപിക്കുന്ന സമയത്ത്, ചൊല്ലുന്ന സമയത്ത് കുറച്ച് സമയം നമ്മൾ നീക്കി വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഇത്ര ഭാഗങ്ങൾ വേണമെന്നുള്ള കണക്കുകളൊക്കെ ഉണ്ട്. അത് പ്രകാരം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഓരോരോ കാണ്ഡങ്ങളായിട്ട്, ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം, അങ്ങനെ സുന്ദരകാന്ഡം, യുദ്ധകാന്ഡം കഴിയുന്നതോടു കൂടിയിട്ട് നല്ല ഒരു അവസരത്തിൽ മംഗള സമയത്ത് ശ്രീരാമ പട്ടാഭിഷേകത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? രാമായണം സമർപ്പിക്കാൻ സാധിക്കും. പക്ഷെ കുറച്ച് സമയം ഓരോ ദിവസവും വേണം. പക്ഷെ നമ്മളിവിടെ ഈ മാധ്യമത്തിലൂടെ, ചാനലിലൂടെയാണ് രാമായണം ഓരോരുത്തരുടെയും ഗേഹേ ഗേഹേ ജനേ ജനേ എന്ന് പറയും ഭാഗവതത്തിൽ. ഗൃഹങ്ങൾ തോറും, ജനങ്ങൾ തോറും എത്തിക്കാനുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇത് രാമായണ സന്ദേശം മാത്രമാണ്, അല്ലെങ്കിൽ രാമായണ സംസ്കൃതി എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. കാരണം മുഴുവനായിട്ട് പാരായണം ചെയ്യാൻ അല്ല ഇവിടെ തയ്യാറെടുക്കുന്നത്. പ്രസക്ത ഭാഗങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അതിനെ ചെറിയ ചെറിയ വാക്കുകളിലൂടെ ഒന്ന് ബന്ധിപ്പിച്ചുകൊണ്ട് ഒന്ന് അനുസ്മരിക്കുക, രാമായണ സന്ദേശം അനുസ്മരിച്ചുകൊണ്ട് ഈ രാമായണ മാസത്തില് നമുക്ക് ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം ഏറ്റെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിലൂടെ രാമായണാമൃതം ഓരോരുത്തരുടെയും മുൻപാകെ
സമർപ്പിക്കുന്നത്. ഭക്തിയോടുകൂടി ഏറ്റെടുക്കുക, സ്വീകരിക്കുക. എല്ലാവർക്കും ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് തുടക്കത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. നാരദ മഹർഷിയും വാൽമീകി മഹർഷിയും തമ്മിൽ സംഭാഷണം ചെയ്യുന്നത് സാക്ഷാൽ ആദിനാരായണമൂർത്തിയുടെ പൊക്കിളിലുണ്ടായ അല്ലെങ്കിൽ നാഭിയിലുണ്ടായ ആ ബ്രഹ്മകമലത്തിലുണ്ടായ ബ്രഹ്മാവ്, ആ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശാനുസരണം, ബ്രഹ്മപുത്രനായ നാരദരുടെ നിർദ്ദേശാനുസരണം പ്രേരണയോടുകൂടിയിട്ട് മുൻപുണ്ടായിരുന്ന രാമായണം, അതായത് പുരാ വിരിഞ്ച വിരചിതം, വിരിഞ്ചനാരാണ്? ബ്രഹ്മാവ്. ബ്രഹ്മാവിനാൽ വിരചിതമായ ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടു ധാതാ. ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥമിനി ശ്രീമഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാപാണിയുമുപദേശിച്ചു രാമായണം. വാണിയും വാൽമീകിതൻ നാവിന്മേൽ വാണിയിടിനാൾ. വാണിയിടുക വണ്ണമെന്നാവിന്മേലേവം ചൊൽവാൻ. ഇങ്ങനെയാണ് എഴുത്തച്ഛൻ നമുക്ക് വർണ്ണിച്ചു തരുന്നത്. മുൻപ് ബ്രഹ്മാവിനാൽ വിരചിതമായ രാമായണം 100 കോടി ഗ്രന്ഥമുണ്ട് രാമായണത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു അനുഷ്ടുപ്പ് വൃത്തത്തിലുള്ള, അതായത് 8 അക്ഷരം ഒരു വരിയിൽ വരുന്ന 4 വരിയുള്ള ഒരു ശ്ലോകം 32 അക്ഷരം വരുന്നതാണ് ഒരു ഗ്രന്ഥം എന്ന് പറയുക. അങ്ങനെയുള്ള 100 കോടി ഗ്രന്ഥമുള്ള എന്ന് പറഞ്ഞാൽ അത്രയും വിപുലമായ ശ്ലോകങ്ങളോട് കൂടിയിട്ടുള്ള വലിയൊരു ഗ്രന്ഥമായിരുന്നു രാമായണം പണ്ട്. അത് ഇല്ലിതു ഭൂമി തന്നിൽ, വീണ്ടും വീണ്ടും പ്രളയങ്ങളും പ്രശ്നങ്ങളും വരുന്ന കാലത്ത് ഭൂമിയിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ട രാമായണം വീണ്ടും ഉണ്ടാക്കണമെന്ന് ആർക്ക് നിർദ്ദേശം കൊടുക്കുന്നു? വാൽമീകി മഹർഷിക്ക്. വാൽമീകി മഹർഷി ആരാണ്, എങ്ങനെയാണ് ചരിത്രം എന്നൊക്കെ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. വീണാപാണി എന്ന് പറയുന്നത് ഇവിടെ നാരദ മഹർഷിയാണ്. മഹതി എന്ന വീണയും മീട്ടിക്കൊണ്ട് സദാ നാമജപത്തോടുകൂടി ഭക്തിയോടുകൂടി സഞ്ചരിക്കുന്ന നാരദ മഹർഷി. ആ നാരദ മഹർഷി ഉപദേശിച്ചു വാൽമീകിയോട്. അതോടൊപ്പം വാണീദേവി, സാക്ഷാൽ സരസ്വതി ദേവി വാൽമീകിയുടെ നാവിന്മേൽ വന്നു വിളയാടി. ഇതനുസരിച്ചാണ് അത്രയധികം വിശേഷപ്പെട്ട ഈ രാമായണം രചിക്കാൻ ഇടവന്നത് എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് അറിയാനുള്ളത്, ഇത്രയും ശ്രേഷ്ഠമായ രാമായണത്തില് ഈ വാൽമീകി രാമായണം രചിക്കാൻ ഇടവന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. വാൽമീകി മഹർഷിയായി തീർന്നത് രാമനാമത്തിന്റെ മഹത്വം കൊണ്ടാണ്. നിത്യതപോധന സംഗമഹേതുന ശുദ്ധമായി വന്നിതൻ അന്ധകരണവും രാമ എന്നൊക്കെ വാൽമീകി തന്റെ പൂർവ കഥ, ആത്മകഥയൊക്കെ പറയുന്ന സമയത്ത് പറയുന്നു ശ്രീരാമനോട് തന്നെ. ആ ഭാഗം പിന്നീട് വരും. രാമനാമം ജപിച്ചുകൊണ്ട്, നാമോച്ചാരണമൊന്നുകൊണ്ട് മുനിയായി വാൽമീകി പണ്ടേ തുലോ മരാമ രാമ 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 രാമ
രാമ രാമ രാമ രാമ രാമ രാമ രാമ രാമ. രാമനാമം കൊണ്ട് ബ്രഹ്മമുനിയായി തീർന്ന, ബ്രഹ്മഋഷിയായി തീർന്ന വാൽമീകി മഹർഷി തമസാ നദിയുടെ തീരത്ത്, അതായത് ഗംഗയുടെ സമീപത്തുള്ളതാണ് തമസാ നദി. ആ കൈവഴിയായിട്ടുള്ള തമസാ നദിയുടെ തീരത്ത് ആശ്രമത്തില് കഴിഞ്ഞുകൂടുന്ന രംഗങ്ങളൊക്കെ രാമായണത്തിൽ കാണിച്ചു തരും. ശിഷ്യനായ ഭരദ്വാജനോടുകൂടി ആശ്രമത്തിൽ അങ്ങനെ കഴിഞ്ഞുകൂടുന്നു. അങ്ങനെ പ്രശാന്ത സുന്ദരമായ ആ തമസാ നദിയുടെ തീരത്ത് അങ്ങനെ ഒരു ദിവസം ഇരിക്കുന്നു. അങ്ങനെ എഴുന്നേറ്റ് മെല്ലെ ആ തമസാ നദിയിലേക്ക് സ്നാനത്തിനായി പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്താണ് ഒരു മരക്കൊമ്പില് ഇണകള്, അതായത് ഇണ പിരിയാതെ ഇരിക്കുന്ന ഇണകള്, ക്രൗഞ്ച മിഥുനങ്ങള്, മുട്ടിയുരുമിയിരിക്കുന്ന ആ ക്രൗഞ്ച മിഥുനങ്ങളിൽ ഒന്നിനെ ഒരു നിഷാദൻ, അതില് ആൺകിളിയെ കൊല്ലുന്നു. അമ്പ് തൊടുത്ത് വിട്ട് കൊല്ലുന്നു. നിലത്ത് വീണ് പിടഞ്ഞുകൊണ്ട് നിണമണിഞ്ഞ് അങ്ങനെ പിടഞ്ഞ് മരിക്കുന്നത് കണ്ട് ആ ഇണ കരുണയോട് കൂടിയിട്ട് കേഴുകയാണ്, കരയുകയാണ്, നിലവിളിക്കുകയാണ്. ആ കിളിയുമായിട്ട്, അതായത് ഇണക്കിളിയുമായിട്ട് വേർപെട്ടു. രണ്ടും വേർപെട്ടു. ഒന്ന് മരണത്തിലേക്ക് മല്ലടിച്ചു കൊണ്ടിരിക്കുന്നു. ഈ രംഗമാണ് കാരുണ്യ മൂർത്തിയുടെ സ്വരൂപം തന്നെ എടുത്തിരിക്കുന്ന വാൽമീകി മഹർഷി നദിയിലേക്ക് പോകുമ്പോൾ കാണുന്നത്. ഇത് കണ്ടതോടുകൂടി അദ്ദേഹത്തിന്റെ മനസ്സ് അലിഞ്ഞു. അങ്ങനെ കനിവ് തോന്നിയ മുനി ഇത് ചെയ്തത് അധർമ്മമാണ് എന്ന് ആദ്യമായിട്ട് വിളിച്ചു പറഞ്ഞു. ചെയ്തത് തെറ്റാണ്, അധർമ്മമാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ലോകത്തിലെ ആദ്യത്തെ കാവ്യം ആരംഭിച്ചത്. മാനിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാഹ യൽ ക്രൗഞ്ച മിഥുനാദേകം അവധി കാമമോഹിതം. ഇതാണ് ലോകത്തിലെ ആദ്യത്തെ ശ്ലോകം. ഭഗവാൻ ഉണ്ടാക്കിയ ശ്ലോകങ്ങളൊക്കെ വേറെയുണ്ട്, ഭഗവാന്റെ വാക്കുകൾ വേറെയുണ്ട്, ചതുശ്ലോകി ഭാഗവതമൊക്കെ ഉണ്ട്. അത് ആദ്യത്തേത് തന്നെയാണ്. പക്ഷെ മനുഷ്യരാൽ നിർമ്മിതമായ എന്ന് വേണം രചിക്കപ്പെട്ട ആദ്യത്തെ ശ്ലോകം ഏതാണ്? അതുകൊണ്ടാണ് ആദ്യത്തെ ശ്ലോകം വാൽമീകിയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അത് മാത്രവുമല്ല, ആദ്യത്തെ ശ്ലോകമുണ്ടായത് ശോകത്തിൽ നിന്നാണ്, ദുഃഖത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ശ്ലോകത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ശ്ലോകം ശോകത്തെ മാറ്റിയിടും. ഈ സ്തുതികളും സ്തോത്രങ്ങളൊക്കെ നമ്മുടെ ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ വളരെ വളരെ വിശേഷപ്പെട്ടതാണ്. ഇവിടെ പറഞ്ഞത് ആദ്യം തന്നെ അരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. മാ നിഷാദ, അരുത് കാട്ടാള, നിനക്ക് ശാശ്വതമായ സുസ്ഥിതി ഇല്ലാതെ പോകട്ടെ. ക്രൗഞ്ച മിഥുനത്തിൽ കാമമോഹിതനായ ഒന്നിനെ നീ കൊന്നുവല്ലോ, കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ആദി കാവ്യത്തിന്റെ തുടക്കം കുറിച്ചു. ആദ്യത്തെ ശ്ലോകം ഇത് രാമായണത്തിലെ ആദ്യത്തെ ശ്ലോകമല്ല കേട്ടോ, ഓർമ്മിക്കണം, തെറ്റിദ്ധരിക്കരുത്. ആദ്യത്തെ വാൽമീകിയുടെ ആ വാക്കുകളിലൂടെ പുറത്തേക്ക് വന്ന ശോകത്തിൽ നിന്നുണ്ടായ ശ്ലോകം ഇതാണ്. അറിയാതെ വന്നു പോയതാണ്, ദൈവസങ്കല്പത്തിലൂടെ അറിയാതെ വരുന്നതാണ് ഇത്തരം ശ്ലോകങ്ങളൊക്കെ. അതാണ് ഇതിന്റെ ശക്തി. അങ്ങനെ ആ വാക്കുകളെ തന്നെ ചിന്തിച്ചുകൊണ്ട് ഗുരുവും ശിഷ്യനും സ്നാനമൊക്കെ കഴിഞ്ഞ് ആശ്രമത്തിലേക്ക് ഇങ്ങനെ തിരിച്ചു വരുന്നു. കാരണം എന്തോ ഒരു വാക്ക് ഉള്ളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു. അങ്ങനെ അവിടെ ധ്യാന നിരതനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. വിശ്വവിധാതാവും പ്രഭുവും മഹാ തേജസ്വിയും ഒക്കെ ആയിട്ടുള്ള ചതുർമുഖനായ ബ്രഹ്മാവ് ഈ സന്ദർഭത്തില്
നമ്മുടെ വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് വാൽമീകിയെ കാണാനായിട്ട് വരുന്ന രംഗം. വാൽമീകി പെട്ടെന്ന് ബ്രഹ്മദേവനെ കണ്ട് പരിഭ്രമിച്ചു. അങ്ങനെ പരിഭ്രമത്തോടുകൂടി എഴുന്നേറ്റ് കൈകൂപ്പി അവിടുത്തെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഒന്നും മിണ്ടാൻ സാധിക്കാതെ നിശബ്ദനായി നിന്നു നാൻമുഖന്റെ മുന്നില്. ആര്? വാൽമീകി മഹർഷി. വാൽമീകി ദുഃഖത്തോടെ ആ ശ്ലോകം ഒരിക്കൽ കൂടി ചൊല്ലുകയാണ്. ബ്രഹ്മാവ് പുഞ്ചിരിച്ചു. എന്റെ സങ്കല്പമനുസരിച്ചാണ് അങ്ങയുടെ വാക്കുകൾ വന്നത് എന്ന് പറയുകയാണ്. എല്ലാം ദൈവസങ്കല്പം. എന്നിൽ നിന്ന് ചില വാക്കുകളൊക്കെ വരുന്നത് ഈശ്വരന്റെ സങ്കല്പം കൊണ്ടാണ്. ഈശ്വരൻ സങ്കല്പിക്കുന്നില്ലെങ്കിൽ നമുക്ക് വാക്കുകൾ ഇങ്ങനെ വരില്ല. അതുകൊണ്ട് അങ്ങയുടെ വാക്കുകൾ എന്റെ സങ്കല്പമാണ്. രാമസ്യ ചരിതം കൃഷ്ണം കുരുത്വം ഋഷി സത്തമ ധർമാത്മനോ ഭഗവതോ ലോകേ രാമസ്യ ധീമത. മുനിസത്തമ, ലോകത്തിൽ ഏറ്റവും ധർമാത്മാവും ധീമാനുമായ ഭഗവാൻ ശ്രീരാമന്റെ മുഴുവൻ ചരിതവും അങ്ങ് ചമച്ചാലും എന്ന് ബ്രഹ്മനിർദ്ദേശം ഉണ്ടായി. ആ ബ്രഹ്മനിർദ്ദേശപ്രകാരം രാമായണ കാവ്യം, അതിന്റെ പ്രത്യേകത കൂടി നമ്മൾ ഓർമ്മിക്കുക. രാമായണമൊന്നും അവസാനിക്കുന്നില്ല. ഈ ലോകത്തിൽ എത്ര കാലം പർവ്വതങ്ങളും നദികളും കുന്നുകളും ഒക്കെ ഉണ്ടോ അത്രയും കാലം ലോകത്തിൽ പ്രചരിക്കും രാമായണം. രാമം കഥാം പുണ്യം ശ്ലോകബദ്ധാം മനോരമാം യാവൽ സ്ഥാസ്യന്തി ഗിരയ സരിതശ്ച മഹീതലേ താവൽ രാമായണ കഥാലോകേഷു പ്രചരിഷ്യതി. ഇത് വാൽമീകി രാമായണത്തിന്റെ മഹത്വമായിട്ട് പറഞ്ഞു. കിളിപ്പാട്ടിലും എഴുത്തച്ഛൻ പറഞ്ഞു തരും. ഈ കാവ്യം ചമച്ചതു വാൽമീകി മഹാമുനി. സർഗവും 500 500 അധ്യായങ്ങൾ, സർഗങ്ങൾ എന്നാണ് പറയുക. അത്ര ശ്രേഷ്ഠമായിട്ടുള്ളതാണ് രാമായണം. അങ്ങനെയുള്ള രാമായണം നമുക്ക് സാക്ഷാൽ പാർവതീദേവിക്ക് പരമേശ്വരൻ ഹിമാലയത്തിൽ വെച്ച് ഉപദേശിച്ചു കൊടുത്ത, ഇവിടെ വെച്ച് കൈലാസ പാർശ്വത്തിൽ വെച്ച് ഉപദേശിച്ചു കൊടുത്ത ഉമാമഹേശ്വര സംവാദത്തിൽ ലോകത്തിൽ കിട്ടിയതാണ്. കർക്കിടക മാസം എന്ന് പറയുന്നത് 6 മാസത്തെ രാത്രി സമയം ദേവന്മാർക്കുള്ള. അതുകൊണ്ടാണ് പ്രതിഷ്ഠകളും ഉത്സവങ്ങളും ഒന്നും തന്നെ ഇത്തരം സമയം ഈ 6 മാസം പതിവില്ല. രാത്രിയായിട്ടാണ് സങ്കല്പം ദേവന്മാരെ സംബന്ധിച്ച്. ആ രാത്രിയിലെ സന്ധ്യയാണ് ആരംഭിക്കുന്നത്. ഈ ഒരു സമയത്ത് സന്ധ്യാസമയമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സന്ധ്യാസമയത്ത് രാമനാമം ഏറ്റവും ശ്രേഷ്ഠമാണ്. രാമായണത്തിൻ്റെ ശീലുകൾ കൊണ്ട് പരമപവിത്രമായി തീരുകയാണ് രാമായണ മാസത്തിലെ ഓരോ സുദിനവും. അത് നമുക്ക് വേണ്ടതുപോലെ ഏറ്റെടുക്കാൻ ഉള്ള സൗഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാമായണത്തിലേക്ക് കിടക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ രാമ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ
രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ ദാനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ, കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ, വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. വാണിയിടുക അനാരതമെന്നുടെ നാവുതന്മേൽ, വാണി മാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ, നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്യേണാങ്കാനനേ യഥാ കാനനേ ദിഗംബരൻ. വാരിജോത്ഭവമുഖ വാരിജ വാസേ ബാലേ, വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ. പാരാതെ സലക്ഷണം മേന്മേൽ മംഗളശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൊരു വിഷ്ണു വിശ്വാത്മാ, വിശേഷിച്ചനുഗ്രഹിക്കണേണം. വിഷ്ണുജോത്ഭവസുത നന്ദനപുത്രൻ വ്യാസൻ, വിഷ്ണുതാൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണുതന്മായാഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ. നാൻമറനേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനിതാൻ മമ വരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ, ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ, മമകേ മനസി വാണിടുവാൻ വന്ദിക്കുന്നേൻ. വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാദി പ്രാണനാഥയും മമ വാരിജ മകളായ
ദേവിയും തുണയ്ക്കേണം. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.